പാല കടപ്പാട്ടൂർ ശ്രീ മഹാദേവ ക്ഷേത്രത്തിൽ കർക്കിടക വാവുബലി ഭക്തി നിർഭരമായി. കീച്ചേരി ഇല്ലത്തെ ബ്രഹ്മശ്രീ നാരായണൻ നമ്പൂതിരിയുടെ മുഖ്യ കാർമ്മികത്വത്തിലായിരുന്നു ചടങ്ങുകൾ. കടപ്പാട്ടൂർ ശ്രീ മഹാദേവ ക്ഷേത്രത്തിൽ കർക്കിടക വാവുബലി ഭക്തിയാദരപൂർവ്വം നടന്നു. കീച്ചേരി ഇല്ലത്ത് ബ്രഹ്മശ്രീ നാരായണൻ നമ്പൂതിരിയുടെ മുഖ്യ കാർമ്മികത്വത്തിലായിരുന്നു ചടങ്ങുകൾ. ക്ഷേത്രത്തിലെത്തിയ ഭക്തജനങ്ങൾക്കായി ഗണപതി ഹോമം, നമസ്കാരം, വിഷ്ണുപൂജ, തിലഹവനം തുടങ്ങിയ വഴിപാടുകൾ നടത്താനുള്ള പ്രത്യേക സൗകര്യങ്ങളും ഒരുക്കിയിരുന്നു. ബലികർമ്മങ്ങൾക്ക് നേതൃത്വം നൽകുന്നതിനായി 15 ആചാര്യന്മാരുടെ സേവനവും ലഭ്യമായിരുന്നു. 7000-ലധികം പേർ പിതൃതർപ്പണം നടത്തിയതായി ക്ഷേത്രം ഭാരവാഹികൾ അറിയിച്ചു. പിതൃതർപ്പണത്തിനായി പുരുഷന്മാർക്ക് തെക്കോട്ട് കടവിലും സ്ത്രീകൾക്ക് കിഴക്കോട്ട് ബലിയിടുന്നതിനുമുള്ള പ്രത്യേക ക്രമീകരണങ്ങളാണ് ഒരുക്കിയിരുന്നത്. ഇത്തവണ മുതൽ പിണ്ടബലിയും ആരംഭിച്ചു. രാവിലെ 4:30 മുതൽ ആരംഭിച്ച ക്രമീകരണങ്ങൾ 5 മണിയോടെ ബലിതർപ്പണങ്ങൾ ആരംഭിച്ചു. ബലിതർപ്പണ ചടങ്ങുകൾക്കെത്തിയ ഭക്തജനങ്ങൾക്കായി പ്രഭാത ഭക്ഷണം ഉൾപ്പെടെയുള്ള അന്നദാനവും ക്ഷേത്രത്തിൽ ഒരുക്കിയിരുന്നു. സുരക്ഷയ്ക്കായി പോലീസ് ഉദ്യോഗസ്ഥർ, ഫയർഫോഴ്സ്, ആരോഗ്യവകുപ്പ് ഉദ്യോഗസ്ഥർ എന്നിവരുടെ സേവനവും ലഭ്യമായിരുന്നുവെന്ന് ഭരണസമിതി അംഗങ്ങൾ പറഞ്ഞു. മഹാദേവ ക്ഷേത്രത്തിലെ ഈ വർഷത്തെ കർക്കിടക വാവു ബലിതർപ്പണം വളരെ ഭംഗിയായ രീതിയിൽ നടക്കാൻ സാധിച്ചു. എല്ലാ വർഷത്തിൽ നിന്നും വളരെ വിപുലമായ രീതിയിലായിരുന്നു ഞങ്ങൾ സജ്ജീകരണം ഒരുക്കിയിരുന്നത്. ഭക്തജനങ്ങളെല്ലാം തന്നെ വളരെ സംതൃപ്തരായിട്ടാണ് മടങ്ങിയിരിക്കുന്നത്. കാരണം എല്ലാ വർഷത്തിലും വ്യത്യസ്തമായിട്ട് ഇപ്രാവശ്യം ഞങ്ങൾ പിണ്ടബലിക്കുള്ള സൗകര്യം ഒരുക്കിയിരുന്നു. അതുപോലെ തന്നെ കാലത്ത് വന്ന് ബലിതർപ്പണം നടത്തുന്ന ആൾക്കാർക്ക് പ്രഭാത ഭക്ഷണം കൊടുക്കുവാനും അതിനുശേഷം അന്നദാനവും ഒരുക്കിയിട്ടുണ്ടായിരുന്നു. കൂടാതെ നമസ്കാരം, കൂട്ടനമസ്കാരം, വിഷ്ണുപൂജ, തിലഹവനം അങ്ങനെ എല്ലാ കാര്യങ്ങൾക്കും പ്രത്യേകം സൗകര്യങ്ങൾ ഒരുക്കിയിട്ടുണ്ടായിരുന്നു. ഭക്തരുടെ വാഹനങ്ങൾ പാർക്ക് ചെയ്യുന്നതിന് പ്രത്യേക സൗകര്യവും ഏർപ്പെടുത്തിയിരുന്നു. ദേവസ്വം പ്രസിഡന്റ് മനോജ് ബി നായർ, സെക്രട്ടറി സതീഷ് കളപ്പുരയ്ക്കൽ, ഖജാൻജി ബാബു KR എന്നിവർ ക്ഷേത്രത്തിലെ ചടങ്ങുകൾക്ക് നേതൃത്വം നൽകി. ഐഫോറിയ ന്യൂസ്, പാല.